ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് വെക്കേഷൻ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ വീഡിയോയിൽ നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കിച്ചൺ ഒഴികെയുള്ള ഏരിയകളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയെല്ലാം നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലോങ് വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം പ്ലാന്റും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെയിൻ കൺസേൺ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെയൊക്കെ വൺസ് ഇൻ എ വീക്കൊക്കെ ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെ. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഇതുപോലത്തെ വലിയ പാത്രങ്ങളിൽ നന്നായി നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റുകളെല്ലാം അതിൽ ഇറക്കി വയ്ക്കാം. പക്ഷേ നമുക്ക് യു എയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നല്ല സമ്മറായ കാരണം തന്നെ ഇത് ഒരു 1 മന്തൊക്കെ എത്രത്തോളം സക്സസ് ആവും നമുക്കറിയില്ല. എങ്കിലും വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിന്നെ ചെടികൾക്ക് വെള്ളം കിട്ടാൻ ഇത് ഹെൽപ്ഫുള്ളാവും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു എക്സ്ട്രാ കീ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇടയ്ക്ക് വീടൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന്, ക്ലീനിങ് ഒന്നും അല്ല എങ്കിലും ജസ്റ്റൊക്കെ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കീ ഒക്കെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫ്രണ്ടിൻ്റെ കയ്യിലൊരു കീ ഉള്ളത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആവും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലയൻസസ് എല്ലാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക ഇത് എന്നുള്ളത്. അതിൽ ഞാൻ എ സി അതുപോലെ തന്നെ ഫ്രിഡ്ജും ഞാൻ ഓഫ് ചെയ്യാറില്ല. എ സി ഓഫ് ചെയ്ത് പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടത്തേക്കൊരു ക്ലൈമറ്റ് വെച്ച്, യു എയിലെ ക്ലൈമറ്റ് വെച്ച് എ സി ഓഫ് ചെയ്ത് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ഹ്യൂമിഡിറ്റി കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ പൂപ്പൽ പോലത്തെ ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഫർണിച്ചറിലൊക്കെ. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനൊക്കെ നമ്മൾ ഓഫ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതൊക്കെ ചെയ്യാൻ ഓർത്തിരിക്കണം എപ്പോഴും. അതുപോലെ നമ്മളിനി ക്ലീനിങ്ങിൻ്റെ പാർട്ടിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ക്ലോത്തുകളെല്ലാം കഴുകാനുള്ളതെല്ലാം കഴുകി നന്നായി മടക്കി എടുത്ത് വയ്ക്കാൻ എന്തായാലും മറക്കരുത്. മാക്സിമം തുണികളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡസ്റ്റ് ആയിരിക്കും അല്ലേ, തിരിച്ചു വരുമ്പോൾ ഫർണിച്ചറൊക്കെ. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ സോഫ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഒരു പഴയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ വലിയ കവറുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് മാക്സിമം കവർ ചെയ്ത് പോകണം. അതുപോലെ നമ്മുടെ കാർപ്പറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ മടക്കി എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ഇതിലൊക്കെ പൊടി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബെഡ് നന്നായി വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഓൾഡ് ബെഡ്ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ബെഡ്ഷീറ്റ് മാത്രം ഇങ്ങോട്ട് റിമൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് കർട്ടൻസ്. നമ്മൾ ബെഡ്റൂമിൻ്റെ ആയാലും പിന്നെ ലിവിങ് റൂമിലെ ആയാലും എല്ലായിടത്തും കർട്ടൻസ് എല്ലാം മാക്സിമം നന്നായി കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പൊടിയൊക്കെ വരാനുള്ള ചാൻസ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കർട്ടൻസൊക്കെ നന്നായി ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പാക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പോകുന്ന ദിവസം ഇടാനുള്ള ഡ്രസ്സുകളെല്ലാം പ്ലാൻ ചെയ്ത് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാൻ ഒരൊറ്റ പൗച്ചിനെ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് മിസ്സാവാതിരിക്കാനൊക്കെ ഉള്ളൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം സിപ്പ് ലോക്ക് ബാഗ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് പാക്കിങ്ങിൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ ആക്സസറീസ്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഡ്രസ്സസ്, അതായത് സോക്സസ്, ഇന്നർ വെയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ സിപ്പ് ലോക്ക് ബാഗുകളിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാനും ഒക്കെ, പിന്നെ സ്പേസ് സേവ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും നമ്മുടെ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ഒരു കോർണറിൽ എല്ലാം റെഡിയാക്കി വെച്ച് പോകുന്ന ദിവസം ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കുന്നതാവും എപ്പോഴും നന്നായിരിക്കും.
അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ ജസ്റ്റ് ഒരു പ്ലാനർ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പോകുന്ന മാസത്തെ ഒരു കലണ്ടർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെക്കേഷൻ്റെ എല്ലാ പ്ലാനുകളും അതിൽ എഴുതി വെക്കാറുണ്ട്. അതായത് നമ്മൾ എവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ മെയിൻലി കൊണ്ടുവരുന്നത് ഹോം റിലേറ്റഡ് ആയ ഐറ്റംസാണ്. അതായത് ക്ലേ പോട്ട്സ്, അതായത് ഇവിടുത്തെ നാട്ടിലത്തെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് തോന്നുന്ന എല്ലാ ഹോം റിലേറ്റഡ് ആയ ഐറ്റംസും ഞാൻ നാട്ടിൽ നിന്ന് മാക്സിമം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ്, അതുപോലെ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, അത് എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ ഒരു പ്ലാനറിൽ എഴുതി സൂക്ഷിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.